കിരണിലേക്ക്. കിരൺ പമ്പയിലുണ്ട്. പമ്പയിൽ എങ്ങനെയുണ്ട് കിരൺ? നിയന്ത്രണം 10 മണി മുതലാണ് പമ്പയിൽ ഏർപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് പമ്പയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഉമേഷ്, ഈ പമ്പയിൽ ഇപ്പോൾ വലിയൊരു ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി അയ്യപ്പന്മാരാണ് വിരിവെച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാത്തിരുന്നത്. ഈ അയ്യപ്പന്മാരൊക്കെ ഇപ്പോൾ സന്നിധാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നീലിമല ചവിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വളരെ വൈകാതെ തന്നെ കടുത്ത നിയന്ത്രണത്തിലേക്ക്, അതായത് 10 മണിയോടുകൂടി തന്നെ ഈ പമ്പയിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം വരും. അതായത് നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ 10 മണി വരെ മാത്രമാണ് നിലക്കലിൽ നിന്ന് കടത്തി വിടുകയുള്ളൂ. അതിനുശേഷം 12 മണിയോടുകൂടി തന്നെ, അതായത് തിരുവാഭരണ ഘോഷയാത്ര വലിയാനവട്ടത്തേക്ക് എത്തുന്ന സമയം മുതൽ തന്നെ പമ്പയിൽ നിന്ന് പിന്നീട് അയ്യപ്പന്മാരെ കടത്തിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിവിധ ഭാഷകളിലെല്ലാം തന്നെ അനൗൺസ്മെന്റുകൾ തുടങ്ങിയിട്ടുണ്ട്. പരമാവധി അയ്യപ്പന്മാരെ അതിനുള്ളിൽ തന്നെ മല ചവിട്ടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. അയ്യപ്പന്മാർ ഈ 12 മണിക്ക് ശേഷം എത്തിക്കഴിഞ്ഞാൽ മല ചവിട്ടാനായിട്ട് അനുവദിക്കില്ല. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്ര മല ചവിട്ടി ശരംകുത്തിയിലേക്ക് എത്തുന്ന ഒരു സമയം, അതായത് 5:30 എന്നുള്ളൊരു സമയമാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്തിന് ശേഷം മാത്രമായിരിക്കും ഇന്ന് പിന്നീട് പമ്പയിൽ നിന്ന് അയ്യപ്പന്മാർക്ക് മല ചവിട്ടാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി അയ്യപ്പന്മാർ ഇപ്പോൾ ഇവിടെ നിന്നും പമ്പയിൽ നിന്നും മല ചവിട്ടി കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല പമ്പയിൽ നിന്നും ഈ മകരജ്യോതി ദർശിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ അയ്യപ്പന്മാരെത്തി കാത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും പമ്പയിൽ നിന്ന് മകരജ്യോതി ദർശിക്കാൻ കഴിയുന്നത്. ഹിൽ ടോപ്പിൻ്റെ മധ്യഭാഗവും വലിയാനവട്ടം, ഈ 3 സ്ഥലങ്ങളിലൊക്കെ കടുത്ത ഒരു നിയന്ത്രണം അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തന്നെ നിരവധി അയ്യപ്പന്മാർ വന്ന് കാത്തിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അയ്യപ്പന്മാർ ഈ ഭാഗങ്ങളിലേക്ക് ഇന്നും എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഈ മകരജ്യോതി ദർശിച്ചതിന് ശേഷം അയ്യപ്പന്മാർ കൂട്ടമായി ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമലയുടെ ബേസ് ക്യാമ്പ് എന്നുള്ള നിലയിൽ തന്നെ പമ്പയിലേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും വലിയൊരു ക്രമീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് അടക്കം അറിയിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു കൃത്യമായ എക്സിറ്റ് പ്ലാൻ ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിനുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 7:30 തന്നെ ഈ നിലക്കലിൽ നിന്നുള്ള വാഹന ഗതാഗതത്തിന്